ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു അറസ്റ്റാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേസിലെ 7ാം പ്രതിയായ KS ബൈജു അറസ്റ്റിലായിരിക്കുന്നു. SIT സംഘം KS ബൈജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. തിരുവാഭരണ മുൻ കമ്മീഷണറായിരുന്നു ഈ KS ബൈജു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട 4ാമത്തെ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും നിർണായകമായ ഒരു ചുവടുവെപ്പോടുകൂടിയായിരിക്കും അന്വേഷണ സംഘം പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരും ഒപ്പം തന്നെ അംഗങ്ങളും ഒക്കെ സംശയത്തിന്റെ നിഴലിലും പ്രതിപട്ടികയിലുമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും SIT സംഘത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നേരത്തെയും ഇവരെ ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് സിജോ വി ജോൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ഏറ്റവും പുതിയ അറസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ധാരപാല പാളികൾ കടത്തിയ കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. KS ബൈജുവിന്റെ അറസ്റ്റ് അല്പസമയം മുൻപാണ് SIT സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 4ാമത്തെ അറസ്റ്റാണ് ഇത്. 2019 ജൂലൈ 19 ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചപ്പോൾ ബൈജു ഹാജരായിരുന്നില്ല. ദേവസ്വം ബോർഡിൽ സ്വർണം ഉൾപ്പെടെ അമൂല്യ വസ്തുക്കളുടെ പൂർണ്ണ ചുമതല തിരുവാഭരണം കമ്മീഷണർക്കാണ്. മുഖ്യപ്രതികളുടെ ആസൂത്രണം കാരണം മനഃപൂർവ്വം വിട്ടുനിന്നു എന്നുള്ളതാണ് ഈ ഒരു സൂചനകൾ ഉള്ളത്. ധാരപാലക കേസിൽ മാത്രമല്ല, കട്ടിളപ്പാളി കേസിലെ ദുരൂഹ ഇടപെടൽ സംബന്ധിച്ച വിവരവും ബൈജുവിന് അറിയാമെന്നാണ് SITയുടെ നിഗമനം. 2019 KS ബൈജു ഈ തിരുവാഭരണ കമ്മീഷണർ ജോലിയിൽ നിന്നും വിരമിക്കുന്നത്. വീണ്ടും പുതിയ വിവരങ്ങൾ നൽകാനായി സിജോ വി ജോൺ തുടരുന്നുണ്ട്. സിജോ, ഇനിയിപ്പോൾ റാന്നി കോടതിയിൽ ബൈജുവിനെ ഹാജരാക്കുന്ന ഒരു നടപടിക്രമങ്ങളിലേക്കായിരിക്കും SIT പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബൈജുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കമായിരിക്കുമോ ഇപ്പോൾ SIT ശ്രമിക്കുക? പ്രത്യേകിച്ച് കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത്തരത്തിലുള്ള ഇതിലും നീക്കം SITയുടെ ഭാഗത്തു നിന്നുമുണ്ടോ? കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. അതിനുശേഷം നാളെ റാന്നി കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം പദ്ധതിയിടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വൈകാതെ തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാളുടെ പങ്ക് സംബന്ധിച്ച് വിശദമായ ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇയാളുടെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം അതിവേഗം കടക്കുകയും ചെയ്തിരിക്കുന്നത്. ബോധപൂർവമായാണ് ഇതിൽ നിന്ന് വിട്ടുനിന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തയ്യാറാക്കുമ്പോൾ അതിന് ഈ സഹായം ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള ഒരു വിവരവും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്ന് മാത്രമല്ല, ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. കേസിലെ 7ാം പ്രതിയാണ് KS ബൈജു ഈ ശബരിമല തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അമൂല്യമായ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന തിരുവാഭരണം കമ്മീഷണറുടെ ചുമതലയാണ് KS ബൈജു വഹിച്ചത്. ഏതായാലും നിർണായകമായ ഒരു അറസ്റ്റാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്.